വെൽക്കം ടു ലേണിനോ. ഇത് നമ്മൾ RRB IBPS പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ആണ്, റീസണിങ്ങിന്റെ ക്ലാസ് ആണ്. ബാങ്കിന്റെ എക്സാം ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് 2022 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത് സീരീസ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവിടെ ഉള്ള നമ്പർ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഡിഫറൻസ് എടുത്ത് നോക്കാം. 70 90 ഇപ്പൊ എത്രയാണ്? 20 ആണ് ഡിഫറൻസ്. ഇവിടെയോ, ഇവിടെ എത്ര കിട്ടും ഡിഫറൻസ് എന്ന് പറയുന്നത്? ഇവിടെ നമുക്ക് 198 മൈനസ് 154 ചെയ്യുമ്പോഴത്തേക്ക് 44 കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 52 കിട്ടുന്നുണ്ട് ഡിഫറൻസ്. ഇനി ഇതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 8 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയും 8 ഡിഫറൻസ് കിട്ടണമല്ലോ. അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും ആഡ് ചെയ്യേണ്ടത്? 28 ആയിരിക്കും. എന്നല്ല നമുക്ക് ഇവിടെ 8 ഡിഫറൻസ് കിട്ടൂ. അപ്പോ 90 28 എത്രയാണ്? 118 എന്ന് കിട്ടും ആൻസർ അല്ലെ. 118 എന്നാണ് കിട്ടുന്നത്. ഇനി 118ന്റെ കൂടെ നമുക്ക് എന്താ ആഡ് ചെയ്യുമ്പോഴാ? 118ന്റെ കൂടെ 28ന്റെ കൂടെ 8 കിട്ടുമ്പോ എത്രയാണ് കിട്ടുന്നത്? 36. 36 ആഡ് ചെയ്യുമ്പോഴാണോ നമുക്ക് 154 കിട്ടുന്നത്? അതെ, 154 കിട്ടുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 131147 1439 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ നമുക്ക് ആഡ് ചെയ്തിരിക്കുന്ന എങ്ങനെയായിരിക്കും? 1 into 2 1 into 2 plus 1. അതുപോലെ 3 into 3 പ്ലസ് എത്ര കിട്ടും? 2 കിട്ടും. അതുപോലെ തന്നെ 11 into 4 plus 3. അപ്പൊ ആ ഒരു പാറ്റേണിലാണ് ഇവിടെ പോകുന്നത്. അപ്പൊ നമുക്ക് 47 കഴിഞ്ഞിട്ട് 47 into 5 plus 4 കിട്ടും. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 47 into 5 235 plus 4 239 ആണ് വരുന്നത്. അപ്പൊ into 2 plus 1 into 3 plus 2 into 4 ആ ഒരു രീതിയിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് പോകുന്നത്. അപ്പൊ ഇവിടെ ആൻസർ 239. ഓപ്ഷൻ ഇ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനും സീരീസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. 37 41 49 65 97 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഡിഫറൻസ് എടുക്കുക. ഇവിടെ 4, ഇത് 8 കിട്ടും. ഇത് ഡിഫറൻസ് എത്ര കിട്ടുന്നുണ്ട്? 16 കിട്ടുന്നുണ്ട്. ഇത് 32 കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് പോകുമ്പോഴത്തേക്കും 97 പ്ലസ് ഇതിന്റെ ഡബിൾ ആണ് ആഡ് ചെയ്യേണ്ടത്. 64 ആഡ് ചെയ്യാം. ഇവിടെ എന്ത് കിട്ടും? 161 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് നോക്കാം. അടുത്തത് ഇതുപോലെ 32 39 42 ഈ ഒരു രീതിയിലാണ് പോകുന്നത്. നമുക്കിവിടെ ഡിഫറൻസ് എടുത്ത് നോക്കാം. 32 39 കൂടെ 7 ആണ്. ഇവിടെ ഡിഫറൻസ് 14, ഇവിടെ 21 വരും. ആ ഒരു രീതിയിലാണല്ലേ ഡിഫറൻസ് പോകുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് 21 പ്ലസ് 7 28. അടുത്തതോ 35 ആണ് ആഡ് ചെയ്യേണ്ടത്. 105ന്റെ കൂടെ 31 37. 10 പ്ലസ് 35 ചെയ്യുമ്പോഴത്തേക്ക് 137 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 2359, 17, 33 ഈ ഒരു രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പൊ നമുക്ക് ഇത് ഇവിടെ നോക്കാം. ഇവിടെ ഡിഫറൻസ് 1, ഇവിടെ 2 3 ഡിഫറൻസ് എടുത്ത് 1 3 2 5. ഇത് ഡിഫറൻസ് 4, ഇത് 17, ഇത് 16 ആണ്. അപ്പൊ 33 പ്ലസ് 32 എന്ത് വരുന്നു? 65 ആണ്. ഓപ്ഷൻ ഇ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 245, 83, 348 എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ നോക്കാം. 2 plus 1 square plus 1
2 പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 എത്ര കിട്ടും 4 കിട്ടും. അതുപോലെ 4 പ്ലസ് 2 സ്ക്വയർ 4 പ്ലസ് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 പ്ലസ് 4 8. അതേ മൈനസ് 3 ആണ് എന്ത് കിട്ടുന്നത് 5 കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് 5 പ്ലസ് 4 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ പ്ലസ് 5 26 കിട്ടും. 26 പ്ലസ് 8 സ്ക്വയർ 26 പ്ലസ് നമുക്ക് ആൻസർ ഇവിടെ എന്താണ് ഓപ്ഷൻ 2 26 ആണ് കിട്ടുന്നത്. 26 പ്ലസ് 8 സ്ക്വയർ എന്ന് പറയുമ്പോൾ 64. അപ്പൊ 64 കിട്ടുമ്പോഴത്തേക്ക് 90 മൈനസ് 7 എന്ത് കിട്ടുന്നുണ്ട് 83 വരുന്നുണ്ട്. ഇവിടെ ഓപ്ഷൻ ഇവിടെ 83 വരുന്നുണ്ട്. അടുത്ത ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് നോക്കാം. 16 സ്ക്വയർ 256 ആണ്. 83 9 18 9 5 14 348 ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഇത് ഓപ്ഷൻ 2 ആണെന്ന് നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് 8,68 ഇവിടെ എന്താണ് ഇവിടെ 2 ഇവിടെ നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത് 8 into 1 മൈനസ് 2 ആണ് എന്തെന്ന് പറയുന്നത് 6 എന്ന് പറയുന്നത്. അതുപോലെ 6 into 1.5 പ്ലസ് 4 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും 13 കിട്ടും. അതുപോലെ 13 into 2 26 മൈനസ് 6 ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും നമുക്ക് 20 കിട്ടും. അതുപോലെ തന്നെ 20 ഈ കിട്ടിയ 20 into 2.5 പ്ലസ് 8 ചെയ്യാം. പ്ലസ് 8 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ -2 പ്ലസ് 4 -6 പ്ലസ് 8 -10 ഈ ഒരു രീതിയിലാണ് ഇവിടെ ആൻസർ പോകുന്നത്. അപ്പൊ ഓപ്ഷൻ 3 164 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ക്വസ്റ്റ്യൻ മാർക്ക് ഡിവൈഡ് ബൈ 576 ഈക്വൽ ടു 1089 ഡിവൈഡ് ബൈ ക്വസ്റ്റ്യൻ മാർക്ക് ആണ്. അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ ഇവിടെ എക്സ് സ്ക്വയറിന് വാല്യൂ ഇട്ട് കൊടുത്താൽ 576 into 1089 കിട്ടും. അപ്പൊ എക്സ് എന്ന് പറയുന്നത് കിട്ടും റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 24 into 33 കിട്ടും. അപ്പൊ ഇവിടെ 7792 ഇതിന്റെ റൂട്ട് എടുക്കുകയാണ്. എക്സ് കിട്ടാൻ വേണ്ടി ഈ വാല്യൂസിന്റെ റൂട്ട് എടുക്കുകയാണ്. അപ്പം ഇത് 24ന്റെ റൂട്ടാണ്, ഇത് 33യുടെ റൂട്ടാണ്. അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് 792 ഓപ്ഷൻ 5 ആണ് ആൻസർ ആയിട്ട് ഇവിടെ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് √468 ഡിവൈഡ് ബൈ 39 468 ഡിവൈഡ് ബൈ 39 പ്ലസ് 15 പ്ലസ് 11 ഇൻറ്റു ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽ ടു 7. ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവിടെ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് 468 ഡിവൈഡ് ബൈ 39 പ്ലസ് 15 അങ്ങനെയാണല്ലോ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 468 ഡിവൈഡ് ബൈ 39 ചെയ്യാം. 3 13 അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു 3 3 3 9 ഒരു 3 3 5 3 15 6 3 18 ഒരു 13 13 26 എന്ന് പറയുമ്പം 2 13 26 12 കിട്ടും. അപ്പൊ ഇവിടെ 12 ആണ് ആദ്യം കിട്ടുന്നത്. 12 പ്ലസ് 15 പ്ലസ് 11 എക്സ് ഈക്വൽ ടു 49 ആണെന്ന് തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് 11x പ്ലസ് 27 ഈക്വൽ ടു 49 എക്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും 11x ഈക്വൽ ടു 49 മൈനസ് 27 22 കിട്ടും. എക്സ് ഈക്വൽ ടു 22/11 ഈക്വൽ ടു എന്ത് കിട്ടും 2 എന്ന് കിട്ടും. ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സീരീസ് ക്വസ്റ്റ്യൻ ആണ്. 12, 8, 18, 36, 90 ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഇത് 12 18 തമ്മിൽ എന്താണ് ഇൻറ്റു 1.5 ആണ്. ഇത് എന്താണ് 2.5 2 ആണ്. ഇത് 2.5 അടുത്ത 3 ആ ഒരു സി. അപ്പൊ 3യിൽ പോകുമ്പോൾ 270 കിട്ടുമല്ലോ ആൻസർ. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോഴേ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഈ ഇത്രയും ഒരു 10 ക്വസ്റ്റ്യൻ ആണ് റീസണിങ് നോക്കിയത്. ബാക്കി നമുക്ക് മറ്റൊരു ക്ലാസ്സിലൂടെ കാണാം. താങ്ക് യു.